For the new students, I'm introducing myself. I'm Sony, your chemistry teacher. And welcome to the revision program of Homeschool. And this is your first day of the revision program, right? And regarding revision, let me tell you some important things. While you're attending the revision, make sure that you read and you study the chapter of that particular day well. And while attending the session, you please attend the session by opening your NCERT textbook along with your notebook. Then only you can comfortably attend the particular chapter. Okay? Yeah. And very important thing regarding my class, I just want to enjoy each and every session which is taken by me, so that I just want to enjoy. So if I want to enjoy it well, then you people should respond well. Okay? And before the session begins, all should please turn on your cameras. Let me see your face. Turn on your cameras. Nasreen, Jerusha, Arinanda, Richa, Nevin. Turn your cameras on. Hello, please turn it on. Okay, Arinanda, you are from? From Kumali. Kumali. Yeah. I heard that place a lot regarding tourist attraction, right? Yes, sir. Yeah. What is the climate there now? Sir, it's raining here. Yeah. And I think it will be, it is always cool, right? Yes, sir. Nasreen, you are from? Todupuzha. Okay. What we say, best location, right? Always the cinema team is enjoying the place well, right? Todupuzha. Yeah. Here also there is a cameraman. He's also worked in many films as assistant cameraman, and he's saying Todupuzha is a beautiful attraction. Richa, Jerusha, why are you not turning on your camera, dear? Sir, എനിക്ക് പറ്റുന്നില്ല ക്യാമറ ഓൺ ആക്കാൻ. പറ്റുന്നില്ലേ? ഇല്ല. അന്ന് കുഴപ്പമില്ല, കട്ടായി പോകണ്ട. നോ പ്രോബ്ലം. റിച്ചയുടെ വീട് എവിടെയായിരുന്നു? കായംകുളം. ഓക്കെ. അറിയാം. ഹോം സ്കൂളിൻ്റെ പാരൻറ്റ് കമ്പനി ഉണ്ട്, സില്യൻ നേഴ്സ്. സില്യൻ നേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓൾ ഇൻ ഓൾ ഓണർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെയർമാൻ സാറിൻ്റെ നാടും കായംകുളം തന്നെയാണ്. അറിയോ സുനിൽ സർ? സുനിൽ നടേശൻ അറിയോ? ഇല്ല. ഗാലക്സി എന്ന് പറഞ്ഞിട്ടൊരു അറിയോ? ഗാലക്സി ഗ്രൂപ്പ്. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ, സുനിൽ നടേശൻ എന്ന് പറഞ്ഞ സാറ്. ഓക്കെ. ആർക്കെങ്കിലും മലയാളം ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? സോന, you can't follow Malayalam, right? Yes, I can. You can follow Malayalam. Okay. സോനയുടെ നാട് എവിടെയാ? മൂന്നാർ. കൊള്ളാലോ. മൂന്നാറാണോ? ഇതെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെയാണല്ലോ എല്ലാവരും. മൂന്നാർ, കുമളി, തൊടുപുഴ. മൂന്നാർ എവിടെ പഠിക്കുന്നത് മോള്? വിശ്വദീപ്തി. അടിമാലി അല്ലേ? ഓക്കെ. അപ്പം മൂന്നാർ മുകളിലേക്ക് പോകണ്ട അല്ലേ? താഴെ. ഓക്കെ. നല്ല ക്ലൈമറ്റ് ആവില്ല അവിടെ? അതിഭീകര മഴയും നല്ല തണുപ്പും അല്ലേ? ഈ തണുത്ത അന്തരീക്ഷം പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റാണ്, അറിയോ? ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റാണ്. നമുക്ക് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന സമയം തണുത്ത അന്തരീക്ഷത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റഡ് ആവാം.
പക്ഷേ എപ്പോഴും നമ്മൾ പറയില്ലേ, പ്രകൃതി അങ്ങനെയാണ്, രണ്ടും ഒരേ സമയം നമുക്ക് വെച്ച് നീട്ടും. ഈ തണുത്ത അന്തരീക്ഷം തന്നെയാണ് പുതച്ച് മൂടിക്കെടുക്കാനും ഏറ്റവും ബെസ്റ്റ് അന്തരീക്ഷം. അപ്പോൾ പ്രകൃതി നമ്മളോട് ആവശ്യപ്പെടുന്നത് വാട്ട് യു വാണ്ട് നൗ എന്നുള്ളതാണ്. സുഖമായി പുതച്ച് കിടക്കണോ, കിടന്നുറങ്ങണോ, അതോ ഉണർന്നിരുന്ന് പഠിക്കണോ എന്നാണ് പ്രകൃതി നമ്മളോട് ചോദിക്കുന്നത്. സോ വാട്ട് വിൽ യു സെലക്ട്, സോന? എന്ത് ചോദ്യമാണല്ലേ. ആഗ്രഹം കിടന്നുറങ്ങാനാണെങ്കിലും ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് പറയാൻ പറ്റുമോ സർ? സോ ഞാൻ പഠിക്കാനൊന്ന് സെലക്ട് ചെയ്യും. നോ പ്രോബ്ലം. വീട്ടുകാരെ അപ്പുറത്തിരിക്കുന്നുണ്ടാവും. ആര്യനന്ദ, ആര്യനന്ദ, നസ്രീൻ, നിങ്ങളൊക്കെ എന്താ ഓഫ് ചെയ്ത് പോയി? നെവിൻ പിന്നെ നമ്മുടെ ആളാണ്. നെവിൻ നമുക്കറിയാം. ഓക്കെ, റിച്ച. ഓക്കെ, മോളുടെ പേര് ജെറുഷ എന്നാണോ, അതോ എന്താ പേര്? ജെറുഷ. ജെറുഷ അല്ലേ? ഓക്കെ ഓക്കെ. നെവിൻ ഒന്ന് ഓൺ ചെയ്യൂ ക്യാമറ. നെവിൻ പോയോ? ഓക്കെ. എനിവേ, if you feel any difficulty in following മലയാളം, പ്ലീസ് ഇൻഫോം മീ. മലയാളം ഫോളോ ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇപ്പോൾ എല്ലാവരും മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് ഞാനും മലയാളത്തിലാണ് പറയുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് എടുക്കുന്ന ചാപ്റ്റർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻ ലഭിക്കും. സോ ദാറ്റ് ആ ചാപ്റ്റർ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, കേട്ടോ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോളിഡ് സ്റ്റേറ്റ്. ആൻഡ് ആസ് പെർ ദ ലേറ്റസ്റ്റ് പാറ്റേൺ ഓഫ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്കറിയാം പൂർണ്ണമായും ഒബ്ജക്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പാറ്റേൺ പരിശോധിച്ചാൽ 4 തരം ക്വസ്റ്റ്യൻസ് നമുക്കതിൽ കാണാൻ പറ്റും. ദ വെരി ഫസ്റ്റ് വൺ, സ്ട്രെയിറ്റ് MCQs. ചോദ്യം നേരിട്ട് അതിൻ്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടാവും. നമുക്കറിയാമെങ്കിൽ കറക്റ്റ് ഉത്തരം തിരഞ്ഞെടുക്കാം. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അനലോഗി മാച്ചിങ് ടൈപ്പാണ്. അതായത് ഒരു കാര്യം അവർ പറയും, അത് നോക്കിയിട്ട് നമ്മൾ മറ്റൊരു കാര്യം എന്ത് ചെയ്യണം, പറയണം. അവർ ചോദിച്ചിരിക്കുന്ന കാര്യം പറയണം. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അവർ മെൻഷൻ ചെയ്യില്ല, പക്ഷെ അതിന് തൊട്ട് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ചോദ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ പറയില്ലേ, ഇപ്പം എനിക്കിവിടെ സ്ക്രീനിൽ ആദ്യം കാണാൻ പറ്റുന്ന നസ്രീനെയാണ്. അപ്പം ഞാൻ പറയാണ്, എന്നെ സംബന്ധിച്ച് സ്ക്രീനിൽ ലെഫ്റ്റിൽ കാണുന്ന ആൾ നസ്രീനാണ് എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് ഞാൻ പറയാണ് റൈറ്റിൽ എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. റൈറ്റിൽ കാണുന്ന ആളുടെ പേരാണ് പറയേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഐ നീഡ് റെസ്പോൺസസ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് അനലോഗി മാച്ചിങ് ടൈപ്പ്. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് അസർഷൻ റീസൺ ആണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് പരീക്ഷയ്ക്ക് മാത്രമായി കണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അസർഷൻ റീസൺ. അസർഷൻ റീസൺ ടൈപ്പാണ് മൂന്നാമത്തെ ടൈപ്പും. ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ചോദ്യമാണ് അസർഷൻ റീസൺ. നാലാമത്തായിട്ട് ഒരു കേസ് സ്റ്റഡി. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നോക്കാനുള്ളത്. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ഷുഡ് ആസ്ക് and you should clear your doubts. Okay? Okay? Yes, sir. Yeah. So, solid state. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ്. ആൻഡ് ലെറ്റ് us discuss the important questions regarding the chapter solid state. Which of the following is an amorphous solid? You people know that solids are classified into 2 categories on the basis of arrangement of particles. Which are they? Crystalline solids and amorphous solids. പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സോളിഡുകളെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അതിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, പിന്നെ കോപ്പർ, സിൽവർ പോലുള്ള എല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം.
എമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും പൊതുവെ എമോർഫസ് സോളിഡ്സിൻ്റെ കാറ്റഗറിയിൽ പെടുത്താം എന്നാണ് പറയുക. ലൈക്ക് പേപ്പർ, വുഡ്, വാക്സ്, റബ്ബർ, പ്ലാസ്റ്റിക്, ഇതൊക്കെ തന്നെ എമോർഫസ് സോളിഡ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. അതിലൊന്നാണ് ഗ്ലാസ്. ഗ്ലാസ് ഈസ് ഓൾസോ ഐ എം സോറി, just one minute. ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യണേ. ഓക്കെ, സോ ഹിയർ we can see iron, graphite, diamond. All these are belongs to the category of crystalline solid. So amorphous solid ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഗ്ലാസ് എന്നാണ് വരിക കേട്ടോ. ഗ്ലാസ്. Is that clear? Yes, sir. Yeah, it's a straight MCQ. Now you can see the second question. Monoclinic crystal system has dimension. Monoclinic crystal systemത്തിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. You know the method of studying the 7 crystal system. എങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് 7 crystal system? Do you have any methods to memorize the 7 crystal system? പഠിച്ചിട്ടുണ്ടോ ഇല്ലേ? Yes, sir. Little bit. ആണോ? എനിവേ, ഞാനത് ഓർത്ത് വെച്ചിരിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. CTOTRHM എന്നാണ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത്. CTOTRHM മനസ്സിലായോ? CTOTRHM. ഇതിലെ ആദ്യത്തെ ടി എന്ന് പറയുന്നത് ടെട്രാഗണലാണ്, രണ്ടാമത്തെ ടി എന്ന് പറയുന്നത് ട്രൈക്ലിനിക് ആണ്. ആൽഫബറ്റിക് ഓർഡറിൽ ആലോചിച്ചാൽ മതി, തെറ്റില്ല. റൈറ്റ്? TE കഴിഞ്ഞിട്ടല്ലേ TR വരുള്ളൂ? യെസ് ഓർ നോ? Yes, sir. യാ. ഇനി ആക്സിയൽ ലെങ്ത്തുകൾ ഓർത്ത് വയ്ക്കുന്ന രീതി പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ, A ഈക്വൽ B ഈക്വൽ C. ഇനി ഓരോ നോട്ട് ഈക്വൽ ആയിട്ട് റൈറ്റിൽ നിന്ന് എൻ്റർ ചെയ്യിക്കൂ, റൈറ്റിൽ നിന്ന്. അപ്പോൾ A ഈക്വൽ B നോട്ട് ഈക്വൽ C. അടുത്തത് എൻ്റർ ചെയ്യിക്കൂ, A നോട്ട് ഈക്വൽ B നോട്ട് ഈക്വൽ C. ഒരു തവണ കൂടി ഇത് എഴുതുക, A നോട്ട് ഈക്വൽ B നോട്ട് ഈക്വൽ C എന്ന് എഴുതിയിട്ട് തുടക്കം മുതൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? A ഈക്വൽ B ഈക്വൽ C, A ഈക്വൽ B നോട്ട് ഈക്വൽ C, അവസാനത്തത് A നോട്ട് ഈക്വൽ B നോട്ട് ഈക്വൽ C. ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. ഇനി ആംഗിൾ നോക്കൂ, ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ഈക്വൽ 90 ഡിഗ്രി. ഇത് തന്നെയാണ് അടുത്ത രണ്ട് കേസുകളിലും. ഇപ്പം എല്ലാം ഈക്വൽ ആണ് പറഞ്ഞതെങ്കിൽ അടുത്തതിൽ കംപ്ലീറ്റ് നോട്ട് ഈക്വൽ. സോ ദാറ്റ് ആൽഫ നോട്ട് ഈക്വൽ ബീറ്റ നോട്ട് ഈക്വൽ ഗാമ നോട്ട് ഈക്വൽ 90 ഡിഗ്രി. അടുത്തത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ 90 ഡിഗ്രി. കാണുന്നുണ്ടോ? മനസ്സിലായോ? Yes, sir. അടുത്ത രണ്ടെണ്ണത്തിൽ ലൈൻ ബ്രേക്കിംഗ്, ഒറ്റ വരിയിൽ എഴുതാൻ പറ്റില്ല. അതിൽ തന്നെ ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ 90 ഡിഗ്രി. അപ്പോൾ ഗാമ ഒറ്റയ്ക്ക് വരും. ഗാമ ഒറ്റയ്ക്ക് വന്നാൽ 120 ഡിഗ്രി. അപ്പോൾ അവസാനത്തതിലോ അവസാനത്തെയും, അതായത് ആൽഫ ഈക്വൽ ഗാമ ഈക്വൽ 90 ഡിഗ്രി. അപ്പോൾ ബീറ്റ ഒറ്റയ്ക്ക് വരും. ബീറ്റ ഒറ്റയ്ക്ക് വന്നാൽ നോട്ട് ഈക്വൽ 90 ഡിഗ്രി. ബീറ്റ ഒറ്റയ്ക്ക് വന്നാൽ നോട്ട് ഈക്വൽ 90 ഡിഗ്രി. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? Yes, sir. എങ്കിൽ ഇവിടെ ഏതാണ് ആൻസർ? CTOTRHM. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ദിസ് ഈസ് നോട്ട് ഈക്വൽ. ഓക്കെ, സോ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? വി ഹാവ് ടു സേ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അല്ലേ? A not equal B not equal C, alpha equal gamma equal 90 degree, beta is not equal to 90 degree. Is that clear? Yes, sir. ഓർത്തിരിക്കുന്ന വഴിയൊക്കെ മനസ്സിലായോ? CTOTRHM ക്ലിയർ ആണോ? Yes, sir. ഇത് തന്നെ പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ചു തന്നിരിക്കുന്ന 7 ക്രിസ്റ്റൽ സിസ്റ്റം ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പ വഴിയുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡിനേക്കാളും നിങ്ങളെ സംബന്ധിച്ച് അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഇസ് ദാറ്റ് ക്ലിയർ? Yes, sir. ആര്യനന്ദ, നിവിൻ, സോന, ജെറുഷ, റിച്ച, ഐ എം നോട്ട് ഗെറ്റിംഗ് റെസ്പോൺസസ് ഫ്രം യുവർ സൈഡ്. ആർ യു ഓൾ ദേർ? Yes, sir. Yeah. So, let us discuss next question. The vacant space in BCC lattice.
BCC ലാറ്റിസിലുള്ള വാക്കന്റ് സ്പേസ് എത്രയാണ്? You know the packing efficiency of BCC? It's 68%, right? The packing efficiency of BCC is 68%. Yes or no? Yes, sir. Yeah. So, what is the percentage of empty space? We have to say it is 32%. Yes or no? Yes, sir. So, if the packing efficiency is 68% in BCC, then percentage of empty space is equal to 100 എന്ന് കുറയ്ക്കുക 32%. So, the right answer is option C. മനസ്സിലായോ? Yes, sir. Clear അല്ലേ? Idea? Yes, sir. Yeah. Now, question number 4. The yellow color in NaCl crystals is due to, don't you remember? Sodium chloride, when heated in the presence of sodium vapors, it becomes yellow in color. Potassium chloride, when heated in the presence of potassium vapors, it becomes violet in color. Lithium chloride, when heated in the presence of lithium vapors, it becomes pink in color. And all this is because of the presence of F centers. ഓർമ്മയുണ്ടോ? Yes, sir. F centers ആണ് ഇതിന് കാരണം. F centers. Carbon center. Otherwise we can call it as color center. ഈ കളർ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയോൺസ് occupying the lattice sites. ലാറ്റിസ് സൈറ്റിൽ ഇരിക്കുന്ന ആനയോൺസ് ആണ് ഈ എഫ് സെന്റർ എന്ന് പറയുന്ന സാധനം. ലാറ്റിസ് സൈറ്റിലിരിക്കുന്ന വാക്കന്റ് സൈറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസ്, വാക്കന്റ് സൈറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസ് ആർ നോൺ ആസ് എഫ് സെന്റേഴ്സ്. ഈ ഇലക്ട്രോൺസിന്റെ എക്സൈറ്റേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സോഡിയം ക്ലോറൈഡിന് സോഡിയം വേപ്പറിന്റെ പ്രസൻസ് ചൂടാക്കുമ്പോൾ മഞ്ഞ നിറവും, ലിഥിയം ക്ലോറൈഡിന് ലിഥിയം വേപ്പറിന്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ പിങ്ക് കളറും, പൊട്ടാഷ്യം ക്ലോറൈഡിനെ പൊട്ടാഷ്യം വേപ്പറിന്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ വയലറ്റ് കളറും കണ്ടുവരുന്നത്. So the right answer is option A, excitation of electrons in F centers. That is the reason behind the yellow color of sodium chloride. Is that clear? Yes, Yeah. sir. Question number 5. If an atom crystallizes in BCC lattice with R എന്ന് പറഞ്ഞാൽ എന്താ? Radius of sphere as 4 angstrom, then the edge length will be. They asked about edge length. Don't you remember what is relationship between A and R in BCC? എയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയോ BCCയിൽ? It is √3a is equal to 4r. √3a is equal to 4r. Therefore, a is equal to, പറഞ്ഞു, 4 into 4 divided by √3, that is 1.73, isn't it? 16 by 2 എന്ന് വരും. 16 by 2. ഞാൻ അപ്രോക്സിമേറ്റ് ഇത് പറയുന്നതാണ് കേട്ടോ 2 എന്ന്. 16 by 2. 16 by 2 എന്നാണെങ്കിൽ ഉത്തരം 8 എന്നല്ലേ വരിക? And you see this is less than 2. So the answer will be greater than 8, isn't it? Yes, sir. Yeah. So greater than 8, the answer is option D, right? Yes, sir. ഞാൻ ചെയ്ത് നോക്കിയോ? ഡിവിഷൻ ചെയ്ത് നോക്കിയോ? 16 by 1.73 എത്രയാണ് കിട്ടാന്ന് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത് നോക്കിയോ? No, sir. ഇല്ല. ലോജിക്കലി ഞാൻ എന്ത് ചെയ്തതാണ്? ആൻസർ പറഞ്ഞാണ് അല്ലേ? കാരണം 16 by 2 എന്നായിരുന്നുവെങ്കിൽ ഉത്തരം 8 എന്ന് വന്നേനെ. ഇത് 2നേക്കാൾ ചെറുതാണ്, അപ്പോൾ ഉത്തരം 8നേക്കാൾ വലുതാണ്. 8നേക്കാൾ വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ദാറ്റ് ഈസ് 9.23. സോ ഐ ഓപ്റ്റഡ് ഇറ്റ്, റൈറ്റ്? Yes, sir. ആര്യ, സോന, ജെറുഷ, നിർച്ച, നിങ്ങൾക്ക് Yes, മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. സോന, ജെറുഷ, ഇസ് ദാറ്റ് ക്ലിയർ? ഫോളോ ചെയ്യാൻ Yes, sir. പറ്റുന്നുണ്ടോ മക്കളെ? Yes, sir. Yeah. Now, let me explain the next question. What is observed when zinc oxide is heated? Zinc oxide ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. See, white colored ആണ് zinc oxide. അതിനെ ചൂടാക്കുമ്പോൾ it becomes yellow in color. അത് മഞ്ഞ നിറമായി മാറും എന്നുള്ളതാണ് പ്രത്യേകത. White colored zinc oxide when heated it becomes yellow in color. എന്താണ് ഇതിന് കാരണം? It is because of metal excess defect. Metal excess defect due to the presence of extra cation at the interstitial site. It is due to
മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് അറ്റ് ദ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. നോട്ട് ചെയ്തോ? മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് അറ്റ് ദ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസറായി വൈറ്റ് കളർഡ് സിങ്ക് ഓക്സൈഡ് എന്തായി മാറുന്നു? യെല്ലോ കളർഡ് സിങ്ക് ഓക്സൈഡായി മാറുന്നു. സോ വി ഗോട്ട് ദ ആൻസർ. പക്ഷെ നമുക്കറിയണം ഇവിടെ എന്താണ് സംഭവിക്കണേ എന്നുള്ളത്. സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്ന മെറ്റലിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അതാരായി മാറുന്നറിയോ? Zn2 പ്ലസ് 2 ഇലക്ട്രോൺസ് പ്ലസ് ഹാഫ് O2 ഓക്സിജൻ ഗ്യാസ് വിൽ എസ്കേപ്പ് ഔട്ട്. ഈ Zn2 പ്ലസും 2 ഇലക്ട്രോൺസും ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റിൽ കയറിയിരുന്ന് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ അറ്റ് ദ ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന ഡിഫക്റ്റ് കാണിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് വൈറ്റ് കളർഡ് സിങ്ക് ഓക്സൈഡ് ഏത് കളറിലേക്ക് മാറിയത്? യെല്ലോ കളറിലേക്ക് മാറിയത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് യു മീൻ ബൈ എൻ എഫ് സെൻറ്റർ? എന്താണ് എഫ് സെൻറ്റർ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ആനിയോൺ ഒഴിവാക്കിപ്പോയ സ്ഥലം, അവിടെ കയറിയിരിക്കുന്ന ഇലക്ട്രോണെ വിളിക്കുന്ന പേരാണ് എഫ് സെൻറ്റർ. പറഞ്ഞില്ലേ മക്കളെ? പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആൻസർ? അവിടെയാണ് ഒരു പ്രശ്നം. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അത് തന്നെയാണ് അല്ലേ? ആനിയോൺ വാക്കൻസി ഒക്കുപ്പൈഡ് ബൈ ഇലക്ട്രോൺ എന്ന് തന്നെയല്ലേ എയിലും ബിയിലും പറഞ്ഞിരിക്കുന്നത്? വിത്ത് എ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ഇൻ ഓപ്ഷൻ എ, റൈറ്റ്? Yes, sir. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ ശരി? കുട്ടികളെ, ഈ ആനിയോൺ വാക്കൻസിയിലെ ഇലക്ട്രോൺ ഒറ്റയ്ക്കാണ് ഇരിക്കുക. ആ ഇലക്ട്രോൺ ഒരിക്കലും പെയർഡ് ആയിട്ടല്ല ഇരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. അപ്പൊ കൂടുതൽ ശരി എന്ന് പറയുന്നത് ഓപ്ഷൻ എ അല്ലേ? ആനിയോൺ വാക്കൻസി ഒക്കുപ്പൈഡ് ബൈ ആൻ അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നതല്ലേ കൂടുതൽ ശരി? Yes, sir. So the right answer for question number 7 is option A. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഓപ്ഷൻ എ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി ആണേ. അതായത് ബിയും ശരിയാണ്. ആനിയോൺ വാക്കൻസി ഒക്കുപ്പൈഡ് ബൈ ഇലക്ട്രോൺ ഈസ് നോൺ ആസ് എഫ് സെന്റർ. പക്ഷേ ആ ഇലക്ട്രോൺ അതിൽ കുറച്ചും കൂടി അതിനെ ഭംഗി കൊടുക്കുന്നത് അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടെൽ യു വൺ എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് വെരി ക്ലിയർലി. ഇന്ന് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് എന്നോട് ഒരു ഫ്രണ്ട് ചോദിക്കുന്നു. ഞാനപ്പോൾ അവനോട് പറയുന്ന മറുപടി, ഇന്ന് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ് എന്ന് ഞാൻ പറയുന്നു. ഓക്കെ. പിന്നീട് എൻ്റെ വൈഫ് ചോദിക്കുന്നു, ഇന്ന് ആരായിരുന്നു ക്ലാസ്സിൽ എന്ന് ചോദിക്കുന്നു. സോ ദാറ്റ് ഞാൻ എൻ്റെ വൈഫിനോട് പറയുന്നു, +2 സ്റ്റുഡൻസ് ആണ് ഇന്ന് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? രണ്ടും ശരിയല്ലേ? രണ്ടും ശരിയല്ലേ? എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞതും വൈഫിനോട് പറഞ്ഞതും ശരിയല്ലേ? Yes, sir. അത് കുറച്ചും കൂടി ശരി എന്ന് പറയുന്നത് വൈഫിനോട് പറഞ്ഞതല്ലേ? എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് 12 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അതല്ലേ കുറച്ചും കൂടി ശരി? Yes, sir. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആരും എന്താ? റിച്ച, സോന, നെവിൻ, ജെറുഷ. Yes, sir. യാ. സോ എപ്പോഴും ഓപ്ഷൻ എ ബി സി ഡി എന്ന് പറഞ്ഞ 4 ഓപ്ഷനുകൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും 4 ഓപ്ഷനും ശരിയാണല്ലോ എന്ന്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലെ ഏറ്റവും ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. Yeah. Yes, sir. Okay, now let me read question number 8. In HCP of A എന്ന ആറ്റത്തിൻ്റെ HCP structure, 1/3 of tetrahedral voids are occupied by B. 1/3 of tetrahedral voids are occupied by B. What is the formula for the compound? ഈ കോമ്പൗണ്ടിൻ്റെ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാണ്, നമ്പർ ഓഫ് എകളുടെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ആണെന്ന് കരുതുക. നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് കരുതുക. അപ്പം ഞാൻ പറയുന്നു നമ്പർ ഓഫ് ടെട്രാഹിഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത് 2x ആയിരിക്കും. Don't you remember the equation used to calculate tetrahedral voids? Number of tetrahedral voids is twice the number of particles present in a unit cell.
ഒരു യൂണിറ്റ് സെല്ലിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എത്രയാണോ അതിനേക്കാളും അതിൻ്റെ ഇരട്ടിയാണ് ടെട്രാഹൈഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? Yeah. Now, let me explain the next one. How many B are there? എത്ര B ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. They said 1/3 of the tetrahedral voids are occupied by B. So I'm writing here number of B is equal to 1/3 of tetrahedral voids means 1/3 into 2x. That is 2x by 3. This is the number of B, right? Yes, sir. Yeah. So what is the formula of the compound? We can say that the formula is AX B 2x by 3. AX B 2x by 3. You can cancel x on both sides. Multiply both of them with 3. When you multiply both of them with 3, you will get the answer as A3 B2, isn't it? Yes or no? Yes, sir. So the right answer is A3B2. The option is boy. Boy is the right answer. Is that clear? Yes, sir. Yeah. Sona Jarsha, is that clear? Yes, sir. Yeah. Now, let me explain the next question. See, this is an analogy matching type question. Read the question. BCC 68%. I hope it is clear for you what that 68% represents with BCC. It is nothing but the packing efficiency, isn't it? Yes, sir. Yeah. So here this A and B, B stands for packing efficiency and this is all about FCC. So packing efficiency is 74%, right? Yes, sir. Yeah. Now regarding BCC, what is this 8? You know the coordination number is represented with that 8. Regarding BCC, that 8 stands for the coordination number, isn't it? Yes, sir. So here, this A represents the coordination number of FCC. Don't you remember the coordination number in FCC, or we can call it as in CCP, it is 12. 12 is the coordination number in FCC. So the right answer is 12 and 74%. C is the right answer for question number 9. Is that clear? Yes, sir. Yeah. Okay, good. Now, let me explain question number 10. It's also an analogy matching type question. P-type semiconductor. They said it's 13th group. You know that if you want to make an extrinsic semiconductor, you have to dope silicon with 13th group or 15th group, like that. And if you dope that silicon with 13th group, you know, you will get P-type semiconductor. P-type semiconductor means, yeah, Nasreen, I think it is also from deleted portion, right? It is not in your syllabus. This is all about electrical properties. Yo, so skip it. Skip this question. Leave it. Go to assertion reason. That will be more better. Question number 11, 11A. 11, assertion. Crystals having Schottky defects are electrically neutral. You know that. Because in Schottky defect, there will be missing of equal number of cations and anions. So electrically, the crystal will be always neutral. So assertion is right. And you can see the charge of missing cations is equal to the charge of missing anions, right? That is why, because of Schottky defect, the crystal is neutral in nature, right? Yes, sir. Yeah, so we can say the right answer as option A. Both assertion and reason are true, and reason is a correct explanation for the assertion. So we can say the right answer is option A, right? Yes, sir. Yeah. Now let us discuss question number 12. Frankel defect. Frankel defect creates a vacancy defect as well as an interstitial defect. Yes. Do you remember what is meant by Frankel defect?
a cation from the lattice site has been misplaced to the interstitial site. So with respect to that lattice site, a vacancy has been created. So we can call it as a vacancy defect, right? Yes, sir. Yeah. And with respect to the interstitial site, an interstitial defect has been generated. So Frankel defect is a vacancy defect as well as an interstitial defect. Yes or no? Yes, sir. Yeah. And do you remember, because of vacancy defect there will be a decrease in density, and because of interstitial defect there will be an increase in density. Since in Frankel defect both these defects has been seen, what we are calling as the vacancy defect as well as the interstitial defect. And because of vacancy defect there is a chance of decreasing density, and because of interstitial defect there is a chance to increase the density. That is why in Frankel defect density remains the same, right? Yes, sir. While in Schottky defect, you know that in Schottky defect it's just a vacancy defect. So there will be a decrease in density. So because of Frankel defect, density will remain same, and because of Schottky defect, there will be a decrease in density. Just keep it in your mind. Okay, so assertion is right. And what about reason? Schottky defect is a vacancy defect. Yeah, Schottky defects creates vacancies in the lattice sites. So Schottky defect is a vacancy defect. That reason is true, but the reason does not have any relation with assertion. Do you agree? Yes, sir. There is no relation for the reason with assertion. So we can say both are true, but reason is not the correct explanation for assertion. So we can say the right answer as option B. Is that clear? Yes, sir. Yeah. Now let me explain the next question. Question number 13. Fe.93O has metal excess defect. Metal excess defect can be due to the absence of extra cations in the interstitial site. What about the assertion statement? Do you think it's right? Fe.93O, it means there is a defect happened. That's why we can't see one iron, right? Yes, sir. So it is not a metal excess defect. It's actually a metal deficient defect, isn't it? Because you know, actually iron oxide is FeO. For one oxygen, there should be one iron. But as per this, one iron is not present. So it's not a metal excess defect. It's a metal deficient defect, right? Yes, sir. Yeah, so assertion is wrong. Assertion is wrong. Now, if assertion is wrong, yeah, then we don't think about much about all the other possibilities. The right answer is option D, right? Why? Because you know, in other three options, assertions are true, right? Yes, sir. Yeah. Now let us read the reason also. Metal excess defect can be due to the absence of extra cations in the interstitial site. See how absence will make an excess. See, if I'm talking about metal excess, then cation should be present in excess, right? So the missing of cations or the absence of cations will not increase the amount of cations. So metal excess, we can't say it is metal excess, we have to say it is metal deficient defect. So reason is also wrong. So the right answer is option D. I hope it is clear, right? Yes, sir. Yeah. Now let me explain the next question. This is a case study. This is a case study. Please go through the statement. Each crystallographers had trouble solving the structures of inorganic solids using X-ray diffraction because some of the mathematical tools for analyzing the data had not yet been developed. Once a trial structure was proposed, it was relatively easy to calculate the diffraction pattern, but it was difficult to go the other way from the diffraction pattern to the structure.
If nothing was known a priori about the arrangement of atoms in the unit cell, it was important to develop some guidelines for guessing the coordination numbers and bonding geometries of atoms in the crystal. The first such rules was proposed by Linus Pauling, who considered how one might pack together oppositely charged spheres of different radii. Pauling proposed from geometric considerations that the quality of the fit depended on the radius ratio of the anion and the cation. Here not yet finished. If the anion is considered as the packing atom in the crystal, then smaller cations fills interstitial sites, what we are calling as holes. Cations will find arrangements in which they can contact the largest number of anions. If the cation can touch all of its nearest neighbor anions, then the fit is good. If the cation is too small for a given site, that the coordination number will be unstable and it will prefer a lower coordination structure. The table below gives the ranges of cation to anion radius ratios that give the best fit for a given coordination geometry. If coordination number is 12, then the geometry is linear, and the radius ratio means radius of cation to radius of anion as 0 to 0.155, and if it is 0.155 to 0.225, the void is triangular in nature and coordination number is 3. 0.225 to 0.414 tetrahedral with 4. 0.414 to 0.732, it is square planar with 4. 0.414 to 0.732, it will be octahedral with coordination number 6. 0.732 to 1, it is cubic in nature and its coordination number is 8. And if it is 1, then it is cuboctahedral, or we can call it as FCC, face-centered cubic, with coordination number 12. So this is that table. So shall we start doing questions related to this case study? Yes, sir. Let us take the first question. What is it? Yeah. Here we go. The radius of Ag plus ions is 126 picometer and I minus ions is 216 picometer. The coordination number of Ag plus ions is, don't you remember, the radius of cation to radius of anion, that is known as radius ratio. So here we have to take it as 126 divided by 216, right? Yes, sir. Yeah. First of all, you can cut it with 9, right? 9. You can cancel it with 9. So here it comes 1, 36, it is 4 times. In 216, it's 2, then 36, it is 4 times. Now you can cancel it with 2, so that's 7 by 12, right? 7 by 12. I hope it is right. Yes or no? 7 by 12. Yes, sir. Yeah. Now you find out what is the value of 7 by 12. In 70, how many times 12 will go? It's for 0.5 times, right? And that will give you 60. Yes or no? Yes, sir. So we can say that the radius ratio will be greater than 0.5. Yes or no? Yes, sir. That means some 0.5 with some values, 0.5 something. And you see, if the radius ratio is 0.5, then it belongs to this category. Yes or no? Yes, sir. Because in square planar and in octahedral geometry, the radius ratio ranges between 0.414 to 0.732.
and 0.5 will comes in between this. So it will be either square planar or octahedral. That means its coordination number is either 4 or 6. Is that clear? Yeah. Now you check either 4 or 6, and here you can see only 6 as the option. So tick it on. Answer is C. Is that clear? Yes, sir. Arinanda, Richa, Sona, Nevin, Jerusha, is that clear? Yeah. Yeah. Now let me explain the next question. A solid AB has square planar structure. If it is square planar, don't you remember? Its coordination number is 4 and its radius ratio is between 0.4142 to 0.732. Yes or no? Square planar 0.414 to 0.732. Its coordination number is 4, right? Now, what is the question? They asked if the radius of cation Ca plus A plus is 120 picometer, calculate the maximum possible value for anion B. So we know that radius of cation divided by radius of anion is equal to 0.414 to 0.732. Yes or no? Yes, sir. Yeah. And sorry, this is not A, this is B. And maximum value for RB, radius of B, will give you minimum value as radius ratio, isn't it? Yes, sir. So, what should I write here? Should I write 0.414 or 0.732? If I want to get maximum value for B. 0.414. Yeah, we should write the smallest value, because if the denominator becomes bigger, then the answer will be lower, isn't it? Yes, sir. Yeah, so we should write, if you want to get the maximum possible value for B, radius of B, then you should write the smallest value. And if they ask what is the lowest possible value as radius of B, then you have to write the maximum value possible here, that is 0.732. So here I am writing 0.414. Okay, so radius of B is equal to radius of A divided by 0.414, which means 120 divided by 0.414. Is that clear? Yes, sir. Yeah, now tell me what will be the value? Of course, it will be greater than 240. It won't be 240. It won't be 240. A won't be the answer. Now the question is it B, C or D? That is a question, right? Yes, sir. Yeah, we can cancel it with 3, right? 3. You cancel it with 3, you will get 40 here, and here you will get 0.1, 11 in 3, 24, it's 8, right? Yes or no? Yes. Now you can take it as 20, and this becomes 0.069, right? Yes or no? Yes, sir. Yeah. Now I want to clear the decimals. So I am multiplying here with 1000, so that this turns to be 69. Okay, this turns to be 69. And when I am multiplying here, this becomes 20,000, right? Yes, sir. Yeah, 20,000. Yes or no? Yes, sir. Yeah. So I'm writing it as 20,000. I'm writing it as 200 into 10 raised to 2 by 69. This is 20,000, isn't it? Yes or no? Yes, sir. Yeah. Now you divide it. Now you can divide it. 200. Here it is 69. In 200, how many times the 69 will go? I'm saying it is 3 times, right? Not 3 times. It will be 2 times. 2 times.
So 2 into 70, you will get 140. Subtract 2 from 140, so that this will be 138. 138. Now this will give you 62, right? 62. Yes or no? Yes, sir. Yeah. Now you put a 0 here so that a decimal will comes here. 69 into 10 will give you 690. 69 into 10 will give you 690, and this is very close to 690. So we can say this will be 9 times, right? Yes or no? 9 or 8 times? What do you think? Is it 9 times or 8 times? 8 ആണോ? ആണെങ്കിൽ 8 ആണ്. കുഴപ്പമില്ലടാ, 8 എങ്കിൽ 8. 8 ആണെങ്കിൽ പറഞ്ഞേ 8 into 9, 56. അല്ലേ? Sorry, 8 into 9, 72. So 2 here. 7 will comes over there. 6 8s are 48. 48ഉം 7ഉം ചേർന്നാൽ 570, right? ശരിയല്ലേ? അപ്പോൾ ബാക്കി പറ. ദിസ് വിൽ ഗിവ് യു 8. തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇവിടെ 11, ബാക്കി 1, സോ ദാറ്റ് 48. ശരിയല്ലേ കുട്ടികളെ? Yeah. Yes, sir. And in 480, how many times that 69 will go? In 480, more than 5. Yes or no? Yes, sir. And if it is more than 5, അത് more than 5 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? Round. ആ 280 വരുമോ? 290. 2.8 ഒരു 6ഓ 7ഓ ഒക്കെ വരുന്നുണ്ടാവും അല്ലേ? 2.9. 2.87 എന്നൊക്കെ പറഞ്ഞല്ലേ വരണേ? Yes, sir. 2.87 into 10 to the power 2. Oh God. Into 10 to the power 2 ചെയ്താൽ ഉത്തരം 287 എന്ന് വരും. യെസ് ഓർ നോ? Yes, sir. 287നോട് വളരെ ക്ലോസ് ആയി കിടക്കുന്ന വാല്യൂ 290 അല്ലേ? Yes, sir. ഇസ് ദാറ്റ് ക്ലിയർ? Yes, sir. മനസ്സിലായോ? അതുകൊണ്ടാണ് എപ്പോഴും പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് കിട്ടിയാൽ നിർത്തരുത്, അടുത്ത ഡിജിറ്റും കൂടി നോക്കിയിട്ടേ നിർത്താവൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് 2.8 കിട്ടി, ഉടനടി ഉത്തരം 280 എന്ന് മാർക്ക് ചെയ്തിരുന്നുവെങ്കിൽ തെറ്റിയേനില്ലേ? Yes, sir. മനസ്സിലായോ? കാരണം 2.8 അതിന് ശേഷം വരുന്ന ഡിജിറ്റ് 7 ആ റേഞ്ചിലുള്ളതാണ്. സോ വൺസ് യു റൗണ്ട് ഇറ്റ് ഓഫ്, യു ഷുഡ് ടേക്ക് ഇറ്റ് ആസ് 2.9. So 2.9 into 10 to the power 2 will give you 290. Is that clear? Yes, sir. മനസ്സിലായോ? Yes, sir. Yeah. Question number 16. A good fit is considered to be the one where the cation can touch. ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾ കാണും, if the cation can touch all of its nearest neighbor anions, then the fit is good, right? Yes. തൻ്റെ ചുറ്റുമിരിക്കുന്ന ആനയോൺസിനെ ടച്ച് ചെയ്യാൻ ഒരു കാറ്റയോൺസിന് സാധിക്കുമെങ്കിൽ അതൊരു നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറ. എ ഗുഡ് ഫിറ്റ് ഈസ് കൺസിഡർഡ് ടു ബി വൺ വേർ ദ കാറ്റയോൺ ക്യാൻ ടച്ച് all of its nearest neighbor anions. So right answer is option A, isn't it? Yes, sir. മനസ്സിലായോ? Yes, sir. അസർഷൻ റീസണും അനലോഗി മാച്ചിങ് ടൈപ്പും കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. സോ ഇവിടെ നമ്മുടെ ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് അവസാനിക്കുന്നു. അത് നല്ലപോലെ പഠിച്ചിട്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അടുത്ത ക്ലാസ്, എൻ്റെ ക്ലാസ് നാളെ ഇല്ല, നിങ്ങൾക്ക് നാളെ വേറെ സബ്ജക്ട്സ് ആയിരിക്കും.
പകരം അടുത്ത എൻ്റെ ക്ലാസ് എന്ന് വരുന്നുവോ അന്നത്തേക്ക് ആ ചാപ്റ്റർ പഠിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ എടുത്താൽ പോരെ മക്കളെ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? Yes, sir. ക്വസ്റ്റ്യൻസ് എങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യണം എന്നൊക്കെ മനസ്സിലാവുന്നില്ലേ? Okay, sir. Okay, so the rest we can discuss in our next class. Thank you and have a very great night. Bye. Thank you, sir. Bye. Thank you, sir.